നമസ്കാരം. ഇദ്ദേഹം വളരെ വിശിഷ്ട വ്യക്തിത്വം, നേത്രചികിത്സയിൽ വളരെ പേരെടുത്ത ഡോക്ടർ ഗോപാൽ എസ് പിള്ളൈ, എറണാകുളം അമൃത ആശുപത്രിയിലെ നേത്രരോഗ വിഭാഗം മേധാവിയാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ സതീഷ്. എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തും കൂടിയാണ് ഡോക്ടർ സതീഷ് ഭട്ട്. ഇന്ത്യയിലുടനീളം അദ്ദേഹത്തിൻ്റെ വീഡിയോസ് വളരെ ഫേമസ് ആണ്. ഡയബറ്റിക് കെയർ ഇന്ത്യ പനമ്പള്ളി നഗറിലെ MD ആണ് അദ്ദേഹം. അപ്പോൾ വി ആർ വെരി പ്ലീസ് ടു ടോക്ക് ടു ഈച്ച് അതർ ഇൻ ഡയബറ്റീസ്. ഇറ്റ്സ് ഓൾവേസ് എ പ്ലഷർ, പ്രിവിലേജ് ആൻഡ് പ്രൈഡ്. അപ്പോൾ ഈ പ്രമേഹ രോഗം നേത്രങ്ങളെ ബാധിക്കുന്നതാണല്ലോ ഇപ്പോൾ വളരെ പ്രധാന ഒരു പ്രശ്നം. നേത്രം മീൻസ് കാഴ്ച നഷ്ടപ്പെടാൻ തന്നെ അതെ ഇതിന് ഒരു വളരെ പ്രധാന കാരണമാണ് നമ്മുടെ രാജ്യത്ത് അല്ലേ? അതെ. നിങ്ങളുടെ അനുഭവത്തിൽ പ്രമേഹമുള്ള എത്ര ശതമാനം വ്യക്തികൾക്ക് ഈ കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്? ഈവൻ നമ്മുടെ കേരളത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. കേരളത്തിൽ ആസ് വി നോ നമ്മളുടെ ഡയബറ്റിക് ക്യാപിറ്റൽ ആണ്. അത് ഇന്ത്യ തന്നെ ഇപ്പം ലോകത്തിലെ ഡയബറ്റീസ് നമ്പേഴ്സിൽ ഏറ്റവും കൂടുതലാണ്. അതിൽ തന്നെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് ഉള്ളത്. നമ്മളുടെ ഒരു പ്രത്യേകത, നമുക്ക് കുറച്ച് നേരത്തെ ഡയബറ്റീസ്, ആ ഒരു ഡയബറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏജ് കുറച്ചുകൂടെ നേരത്തെ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡയബറ്റീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 20 വർഷമൊക്കെ ആകുമ്പോഴാണ് പലർക്കും പെട്ടെന്ന് കാഴ്ച പോകുന്നൊരു സിറ്റുവേഷൻ വരുന്നത്. അത് കേരളത്തിലും കാണാറുണ്ട്. കേരളത്തിലും ഒരുപാട് കാണാറുണ്ട്. നമ്മളെ കാണാൻ വരുന്ന രോഗികളിൽ, പുതിയ രോഗികളിൽ ഒരു നല്ല ശതമാനം ആൾക്കാർ ഡയബറ്റീസ് വന്ന് ഒന്നുമില്ലെങ്കിൽ കാഴ്ച പോയി, അല്ലെങ്കിൽ കാഴ്ച പോകാനുള്ള ആ ഒരു സമയത്തിരിക്കുന്ന ആൾക്കാരാണ്. അതിനാണ് സൈറ്റ് ത്രെട്ടനിങ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. കാഴ്ചയെ ത്രെട്ടൻ ചെയ്യുന്ന ആ ഒരു സമയത്തുള്ള സൈറ്റ് ത്രെട്ടനിങ് ഡയബറ്റിക് റെറ്റിനോപ്പതി ഏകദേശം ഒരു 7 to 10% ആണ് ഡയബറ്റീസ് ഉള്ള ആൾക്കാരിൽ. അതേസമയം ഡയബറ്റിക് റെറ്റിനോപ്പതി, ഇപ്പോൾ നമ്മളൊരു 100 ഡയബറ്റീസ് വെറുതെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊരു 10-35 പേർക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി കാണും. അതിലൊരു 10% ആൾക്കാർക്ക് ഈ പറഞ്ഞ സൈറ്റ് ത്രെട്ടനിങ് എന്നുള്ളൊരു സ്റ്റേജിലായിട്ടുണ്ടാവും. അപ്പോഴും 10-1. അതെ, അതൊരു വലിയ സംഖ്യ. അതും ഈ കേരളത്തിൽ ഇത്രയും ആരോഗ്യ അവബോധമുള്ള ഈ കേരളത്തിന്റെ അവസ്ഥയാണോ? അതെ, ഞാൻ ഒരു കാര്യം അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഡയബറ്റീസിന് അവർ ഗുളികയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ ആ ഡോക്ടർമാർ പറഞ്ഞാലേ ഈ രോഗിക്ക് അറിയുള്ളൂ, ഓക്കെ കണ്ണ് കാണിക്കാൻ പോകണം, അല്ലെങ്കിൽ ഇത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും എന്ന് വെച്ചാൽ ഡയബറ്റീസ് ആയിട്ടുള്ള രോഗികൾക്ക് സാറിന് അറിയാമല്ലോ, ഒരുപാട് അതായത് കിഡ്നീസ്, ഹാർട്ട്, ബ്രെയിൻ എല്ലാം നോക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കണ്ണും നോക്കണം എന്നുള്ള ആ ഒരു ഇത് പറയാൻ ചിലപ്പം ചിലർ വിട്ടുപോകുന്നതായിരിക്കാം. പക്ഷെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് പലരും നമ്മളെ കാണിക്കാൻ വരുന്നത്. അത് വളരെ ശരിയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞാൽ പോലും എൻ്റെ കാഴ്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എനിക്ക് പത്രം വായിക്കാൻ പറ്റുന്നുണ്ട്, എനിക്കെല്ലാം വായിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവരെ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ് ബോധിപ്പിക്കേണ്ടത്? അതായത് ഫ്രീക്വൻ്റ് ആയിട്ടും ഇവർ ടെസ്റ്റ് ചെയ്യണം. അതായത് പലപ്പോഴും ഈ രോഗികൾ നമ്മളോട് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഡ്രൈവ് ചെയ്തിട്ടാണ് സാർ വന്നത്, ഇന്ന് കാലത്ത് ഞാൻ പത്രം വായിച്ചോളൂ, ഉച്ചയായപ്പോഴത്തേക്കും എൻ്റെ കാഴ്ച പോയി. അപ്പോൾ ഈ ഡയബറ്റീസിൽ കാഴ്ച പോകുന്നത് ഏറ്റവും അവസാനം ഒറ്റയടിക്കാണ്. പെട്ടെന്നാണ് ആ ഒരു കാഴ്ച കുറയുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഡയബറ്റീസ് ഉള്ള ഒരാൾ ഇപ്പോൾ ആദ്യം തന്നെ ഡയഗ്നോസ് ചെയ്യുമ്പോൾ തന്നെ ഒരു തവണ കണ്ണിൻ്റെ ടെസ്റ്റ് ചെയ്യണം. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്യുന്നത് ഇപ്പോഴാണെങ്കിലും അയാൾക്ക് ഡയബറ്റീസ് തുടങ്ങിയത് കുറേ കാലം മുമ്പായിരിക്കാം. അപ്പം നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഒരു തവണ അപ്പം തന്നെ നോക്കണം. അപ്പം തന്നെ നോക്കിയിട്ട് ഡയബറ്റീസ് കണ്ണിലേക്കൊന്നും ബാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് മേ ബി വർഷത്തിലൊരിക്കൽ നോക്കിക്കൊണ്ടിരുന്നാൽ മതി. ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് കാണുകയാണെങ്കിൽ ആക്ച്വലി നമുക്ക് ഉടനെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ. പക്ഷേ ഇപ്പോൾ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പുതിയത് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മിക്കവാറും ഈ എൻഡോക്രൈനോളജി അല്ലെങ്കിൽ ഡയബറ്റീസ് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു ക്യാമറ സംവിധാനം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിൽ ആ ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാനുള്ളൊരു സംവിധാനം പലരുടെയും അടുത്തുണ്ട് ഇപ്പോൾ. അപ്പോൾ ദാറ്റ് ഈസ് ഓൾ ആക്ച്വലി ഇംപ്രൂവിങ് അവർ പിക്കപ്പ് റേറ്റ്, ഹെൽപ്പിംഗ് അസ്. അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ആക്യുറസി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഡിറ്റക്ഷൻ റേറ്റ്സ് എങ്ങനെയാണ് അതിനെക്കുറിച്ച്? ഇപ്പോൾ അങ്ങനത്തെ ക്യാമറകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡയലേറ്റ് ചെയ്യാതെ നമ്മളുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഉള്ളിൽ പ്യൂപ്പിൾ എന്ന് പറയുന്നൊരു ഇതുണ്ട്, അത് ഡയലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് പൂർണ്ണമായിട്ടും റെറ്റിന കാണാൻ പറ്റുള്ളൂ. പക്ഷേ സെൻട്രൽ ഏരിയയിൽ മാത്രമാണ്, ഒരു സെൻട്രൽ 40 ഡിഗ്രീസിൻ്റെ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ക്യാമറ വെച്ച് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പൂർണ്ണമായ എക്സാമിനേഷൻ അല്ല. പക്ഷെ എന്നാലും ഒരു 80% ആൾക്കാർക്കും പ്രശ്നമുള്ളവരെ പരിമിതികളുണ്ട്. അതൊരു 100% ഫുൾ പ്രൂഫ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു സ്ക്രീനിങ് ടൂൾ. അതെ, അതിലെന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അവരോട് പറയാമല്ലോ, ഇങ്ങനൊരു പ്രോബ്ലം നിങ്ങൾക്ക് കാണുന്നുണ്ട്, നിങ്ങളൊരു കണ്ണിൻ്റെ ഡോക്ടറെ കാണിക്കൂ എന്ന് പറയാമല്ലോ.
അപ്പോൾ അത് ഡയബറ്റിക് റെറ്റിനോപ്പത്തിയുടെ കാര്യമാണ് താങ്കൾ പറഞ്ഞത്. അതിൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും പ്രാധാന്യം പലപ്പോഴും അർഹിക്കുന്ന ഒരു അവസ്ഥ ഡയബറ്റിക്സിൽ നമ്മൾ കാണുന്ന ഗ്ലോക്കോമയാണ്. ഗ്ലോക്കോമ നമുക്ക് ഈ രീതിയിൽ സ്ക്രീനിങ് ചെയ്യാൻ എന്തെങ്കിലും ഒരു സംവിധാനം നിലവിലുണ്ടോ? ഗ്ലോക്കോമയ്ക്ക് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 2-3 കാര്യങ്ങളാണ് ആവശ്യം. ഒന്ന്, കണ്ണിൻ്റെ പ്രഷർ കൂടുതലാണോ അല്ലയോ എന്നറിയണം. അതിന് ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള, അത് കൈകൊണ്ട് പിടിച്ച് ചെയ്യാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്യുപ്മെൻറ്റുകൾ ഉണ്ട്. അത് പക്ഷേ യൂഷ്വലി കണ്ണിൻ്റെ ഡോക്ടർമാരുടെ അടുത്തേ ഉണ്ടാവാറുള്ളൂ. 2, ഒപ്റ്റിക് നെർവ് എന്ന് പറഞ്ഞൊരു നെർവ് ഉണ്ട്. അത് കണ്ണിനെയും ബ്രെയിനിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഒപ്റ്റിക് നെർവിൽ കപ്പിംഗ് എന്ന് പറയുന്ന ഒരു സാധനം പതുക്കെ കൂടി വരുന്ന ഒരു പ്രക്രിയയാണ് ഗ്ലോക്കോമ. ആ കപ്പിംഗ് എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഒരു ഫോട്ടോയിൽ നിന്ന് തന്നെ എത്ര അത് ഡാമേജ് വന്നിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി ഇപ്പോൾ അവൈലബിൾ ആയി തുടങ്ങി. അതെ. 3-ാമത്തെ കാര്യം നമ്മളുടെ ഒരു ടെസ്റ്റാണ്, വിഷ്വൽ ഫീൽഡ് എന്ന് പറയും. അത് നമ്മളുടെ ചുറ്റുമുള്ളത് എത്ര നമുക്ക് കാണാൻ പറ്റുമെന്നറിയാനായിട്ടാണ്. ആ ഫീൽഡിൽ കുറവ് വരിക. ഇത് 3-ൻ്റെയും ബലത്തിലാണ് നമ്മൾ ഗ്ലോക്കോമ ഡയഗ്നോസ് ചെയ്യുന്നത്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒപ്റ്റിക് നെർവ് ബേസ്ഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പുതിയതായിട്ടുള്ള എക്യുപ്മെൻറ്റ്സിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വിഷ്വൽ ഫീൽഡ് ഈ പേഷ്യൻസിനെ മാത്രമല്ല നമ്മൾ ഡോക്ടർമാരുടെയും കുറച്ചും കൂടി വൈഡൻ ചെയ്യാനുണ്ട് അല്ലേ? ഡയബറ്റീസിന്റെ അറിവിന്റെ ഫീൽഡ് ഒന്ന് കുറച്ചും കൂടി വൈഡൻ ചെയ്യേണ്ടി വരും. അതെ, ഒന്നൊന്ന് ഇതാക്കണം, കുറച്ചും കൂടി വീതി കൂട്ടാനുണ്ട് അതിൻ്റെ. കാരണം ഡയബറ്റീസ് ഇത്രയേറെ മാരകമായ ഒരു പ്രശ്നമാണെന്ന് അറിഞ്ഞിട്ടും അതിൽ നിന്ന് ആദ്യം നമുക്ക് തെരഞ്ഞു പിടിക്കാവുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്ന കണ്ണുകളിലൂടെയാണല്ലോ. നേത്രങ്ങളാണ് മനസ്സിൻ്റെ മാത്രമല്ല ശരീരത്തിലേക്കുള്ള ജാലകങ്ങൾ. അതെ, അപ്പോൾ ശരീരത്തിൽ നേരിട്ട് എത്തി നോക്കാവുന്ന ജാലകങ്ങളാണ്. അതെ, അതായത് റെറ്റിന എന്ന് പറഞ്ഞാൽ ഈ കണ്ണിൻ്റെ ഏറ്റവും പിന്നിലുള്ള ഒരു ഭാഗമാണ്. അതൊരു ക്യാമറയിലെ ഫിലിം പോലെ ഇരിക്കുന്ന ഒരു ഭാഗമാണ്. റെറ്റിനയിലാണ് നമുക്ക് ശരീരത്തിലെ രക്തക്കുഴലുകൾ അല്ലെങ്കിൽ ശരീരത്തിലെ നെർവ് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഇമ്മ്യൂൺ ഇതെല്ലാം നടക്കുന്ന ഒരു എൻവയോൺമെൻറ്റ്, ഇതെല്ലാം കണ്ണിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഒരു വാസ്കുലർ ഡിസീസ്, ഇപ്പോൾ ബ്ലഡ് പ്രഷർ ആയിക്കോട്ടെ, ഹാർട്ടിൻ്റെ പ്രോബ്ലം ആയിക്കോട്ടെ, സ്ട്രോക്ക് ആയിക്കോട്ടെ, വാസ്കുലൈറ്റിസ്, അതുപോലെയുള്ള അസുഖങ്ങൾക്കെല്ലാം അതിൻ്റെ സിഗ്നേച്ചർ കണ്ണിനുള്ളിലുണ്ട്. അതുപോലെ ജനറലൈസ്ഡ് ന്യൂറോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ്, ഇപ്പോൾ നെർവ് ഡിസ്ഫങ്ഷൻസ് അല്ലെങ്കിൽ ന്യൂറോപ്പത്തീസ്, ഇതിനെല്ലാം ഒപ്റ്റിക് നെർവിൽ അതിൻ്റേതായിട്ടുള്ളൊരു സിഗ്നേച്ചർ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കണ്ണ് ഒരു മനസ്സിന്റെ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഒരു ജാലകമാണെന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. രണ്ടിൻ്റെയും. താങ്കൾ ബ്ലഡ് പ്രഷറിന് എടുത്തു പറയുണ്ടായി. ഈ ബ്ലഡ് പ്രഷർ കണ്ണിനെ വളരെയേറെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്, പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ അല്ലേ? അതെ. അത് റെറ്റിനോപ്പത്തിയുടെ ഗതി, അതായത് റെറ്റിനോപ്പത്തി എത്ര പെട്ടെന്ന് മോശമാവുന്നു എന്നുള്ളതിനെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ? അതെ. അപ്പോൾ ബ്ലഡ് പ്രഷറിന് നമുക്ക് ലക്ഷണങ്ങളൊന്നും ഇല്ല എന്നറിയാമല്ലോ. അപ്പോൾ അതായത് BP നമ്മളുടെ എത്രയാണെന്ന് നമുക്ക് നോക്കിയാലേ അറിയുള്ളൂ. അത് ക്രമാതീതമായി ഉയർന്ന് ഒരു 200, 120 ആ ലെവലിലേക്ക് എത്തുമ്പോഴേ തലവേദനയൊക്കെ ആയിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ ഒരാൾക്ക് അറിയേയില്ല. അപ്പോൾ ഒരു UKPDS എന്ന് പറയുന്ന ഒരു വലിയൊരു പഠനം നടന്നത് ഡയബറ്റിക്സിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ പഠനമാണ്. അപ്പോൾ UKPDSൽ അവർ പറഞ്ഞത് 10 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി പ്രഷർ കുറയ്ക്കുകയാണെങ്കിൽ നമ്മളുടെ ഡയബറ്റിക് റെറ്റിനോപ്പതി മുന്നോട്ട് പോകുന്ന ആ ഒരു പ്രയാണത്തിൻ്റെ സ്പീഡ് നമുക്ക് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഒരാൾക്ക് ട്രീറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്തിട്ടായിക്കോട്ടെ അയാൾക്ക് 140/90 ആയെന്ന് ഇരിക്കട്ടെ, അയാൾ ഷുഗർ ഉള്ള ഒരു രോഗിയാണെങ്കിൽ അയാൾക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി ഓരോ കൊല്ലവും കൂടി വരുമല്ലോ. 130/80 ആക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ സ്പീഡ് ഓഫ് പ്രോഗ്രഷൻ നമുക്ക് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ പ്രമേഹ നിയന്ത്രണം മാത്രമല്ല, ബ്ലഡ് പ്രഷർ നിയന്ത്രണം കൂടി പരമപ്രധാനമാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് കൊളസ്ട്രോളിൻ്റെ, അല്ലേ? ഇത് മൂന്നും ഒരുമിച്ചാണല്ലോ നമ്മൾ എപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. കൊളസ്ട്രോളിൻ്റെ ഈ വ്യതിയാനങ്ങൾ കണ്ണുകളെ ഡയബറ്റിക്സിൽ എത്രത്തോളം ബാധിക്കുന്നതായിട്ട് താങ്കൾ കണ്ടു? നമുക്ക് കൊളസ്ട്രോൾ കണ്ണിൽ അടിയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് കണ്ണിൻ്റെ റെറ്റിനയ്ക്കുള്ളിൽ. അതിനാണ് ഹാർഡ് എക്സുഡേറ്റ്സ് എന്ന് പറയുക. ഒരു മഞ്ഞ കളറിൽ കണ്ണിൻ്റെ റെറ്റിനയിൽ അടിഞ്ഞുകൂടുന്നതാണ്. അതുള്ള ആളുകൾക്ക് കൊളസ്ട്രോൾ ലെവൽ കുറച്ച് കഴിഞ്ഞാൽ അത് പതുക്കെ കുറയുന്നതായിട്ട് ഇന്ത്യൻ പഠനങ്ങൾ വരെ. അതായത് നമ്മളുടെ കൊളസ്ട്രോൾ ലെവൽ ഒരു നോർമൽ ആയിക്കോട്ടെ, ഒരു 150 ഒക്കെ ആണെന്ന് ഇരുന്നോട്ടെ, അതിനെ നമ്മൾ കുറച്ചൊരു 100ന്റെ ലെവലിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർട്ടിന്റെ പ്രോബ്ലം ഒക്കെ വരുമ്പോഴത്തേക്കും നന്നായിട്ട് കുറയ്ക്കുമല്ലോ. നമ്മൾ ഭയങ്കരമായിട്ട് കൊളസ്ട്രോൾ കുറയ്ക്കും, 70ന്റെ താഴെ കൊണ്ടുവരും. അത്രയും വേണമെന്നില്ല, പക്ഷെ ഒരു 100ന്റെ ലെവലിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് ആ ഹാർഡ് എക്സുഡേറ്റ്സ് ഒക്കെ പതുക്കെ അലിഞ്ഞു പോകുന്നതായിട്ട് കാണാം.
അപ്പോൾ ഒരു 6 മാസം എടുക്കും. അപ്പം പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കൊളസ്ട്രോൾ കൂടിയിരിക്കുന്നവർക്കോ അത് വളരെ പെട്ടെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ കൂടുകയും ചെയ്യും. ഈ വളരെ നാടകീയമായ മാറ്റം ശരിക്കും അറിയാൻ പറ്റുമോ അല്ലേ? നാടകീയം എന്ന് ഞാൻ പറയില്ല, കാരണം ഒരു 6 മാസം 1 വർഷം എടുക്കും അത് കഴിച്ചുകൊണ്ടിരിക്കണം. അതായത് കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പതുക്കെ പതുക്കെ ഈ ഹാർഡ് ഓക്സിഡേറ്റ്സ് കുറയുകയും കാഴ്ച കുറേശ്ശെ ഇമ്പ്രൂവ് ചെയ്യുകയൊക്കെ ചെയ്യും. അത് ഡെഫിനറ്റ്ലി അത് അതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ ഇന്ത്യയിൽ നിന്ന് തന്നെ PGIയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. വളരെ നല്ല പഠനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം പറയുകയാണെങ്കിലും സാർ ഇപ്പോൾ ഹൈപ്പർ ടെൻഷൻ്റെ കാര്യം പറഞ്ഞു, കൊളസ്ട്രോളിൻ്റെ കാര്യം പറഞ്ഞു. എന്നെ കാണാൻ വരുന്ന രോഗികളിൽ പലരുടെയും ഷുഗർ കൺട്രോളല്ല. ഒരു 60-70% ആൾക്കാരുടെയും ഷുഗർ കൺട്രോൾ അല്ല. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഏറ്റവും സാങ്കേതികത്വത്തിൽ മുന്നിട്ട് നിൽക്കുന്ന അമേരിക്കയിൽ പോലും നല്ല HbA1c കൺട്രോള് നീട്ടിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ ദീർഘനാളത്തേക്ക് കൊണ്ടുവന്ന ആൾക്കാരുടെ എണ്ണം വളരെ പരിതാപകരമാണ്. 25 മുതൽ 30% ആൾക്കാർക്ക് മോർ ദാൻ 5 years HbA1c കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഈവൺ ഇൻ ദ US. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യം പറയേണ്ടതില്ല. അതെ, അത് പക്ഷേ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു മെത്തഡോളജി നമുക്ക് അഡോപ്റ്റ് ചെയ്യണം. അതായത് എങ്ങനെ നമുക്ക് ഈ പേഷ്യൻസിനെ പറഞ്ഞ് മനസ്സിലാക്കാം, അല്ലെങ്കിൽ അവരുടെ ഉള്ളൊരു അവബോധം വളർത്തണം. ഈ ഹിമോഗ്ലോബിൻ A1c ഒരു 7ന്റെ താഴെ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നാലേ, അതായത് അറ്റ്ലീസ്റ്റ് ആദ്യത്തെ ഒരു 20 വർഷം ആൾക്കാരുണ്ടല്ലോ വളരെ കെയർലെസ് ആണ്. കാരണം അവർക്ക് ലക്ഷണങ്ങളൊന്നുമില്ല, അത് കാരണം അവർ വളരെ കെയർലെസ് ആണ്. നമ്മളുടെ ഹിമോഗ്ലോബിൻ A1c എന്ന് പറഞ്ഞാൽ 3 മാസത്തെ ഷുഗറിൻ്റെ ഒന്നിച്ചുള്ള അളവാണല്ലോ. അത് നോർമൽ ഒരു 7ന്റെ താഴെ വേണ്ടത് മിക്കവാറും 11-12 ഒക്കെ ആയിരിക്കും പലർക്കും. അപ്പോൾ അതിനാണ് ലെഗസി എഫക്റ്റ് എന്ന് പറയുന്നത്, മെറ്റബോളിക് മെമ്മറി എന്നൊക്കെ പറയും അല്ലേ? തുടക്കത്തിൽ എത്രത്തോളം നിങ്ങൾ നിയന്ത്രിച്ചു, പ്രമേഹത്തിനെ നിയന്ത്രിച്ചു, അത് പിന്നീടുള്ള ഔട്ട്കംസിനെ ബാധിക്കും. അതെ, ആദ്യത്തെ 20 വർഷത്തെ ഷുഗർ ഒരു നമ്മൾ ക്രേസി ആയിട്ട് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ തന്നെ അടുത്ത 20 വർഷം നമുക്ക് വലിയ കോംപ്ലിക്കേഷൻ ഇല്ലാതെ വലിയ പരിക്കുകൾ കൂടാതെ മുന്നോട്ട് പോകാം. ദാറ്റ് ഈസ് എ വെരി ക്രൂഷ്യൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ് പീസ് ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ അതിനൊരു തുടക്കം കുറിക്കലായിക്കോട്ടെ ഇത്തരത്തിലുള്ള സംവാദങ്ങൾ അല്ലെ, അവബോധം. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പൊതുജനങ്ങളുടെ ഇടയിലുള്ള അവബോധം സൃഷ്ടിക്കലിൻ്റെയും അതിനെക്കുറിച്ചുള്ള അറിവിൻ്റെയും ഒരു തുടക്കമായിക്കൊള്ളട്ടെ ഇത്തരത്തിലുള്ള. ഇനി അടുത്തൊരു പ്രോബ്ലം ഉണ്ട്, അതായത് ഈ ബ്ലഡ് ഷുഗർ വരുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഷുഗർ വന്ന് ഒരു 15-20 വർഷം കഴിഞ്ഞിട്ടാണ്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ കൺട്രോൾ കൂട്ടാൻ സാധിക്കുകയില്ല. കൺട്രോൾ കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുഗർ കുറഞ്ഞു പോകുന്ന പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അത് മാത്രമല്ല, ഈ സ്റ്റേജിലാവുമ്പോഴത്തേക്കും ഒരു 20 വർഷം ഷുഗർ ആയതിനു ശേഷം ആകുമ്പോഴത്തേക്കും കിഡ്നിയുടെ അസുഖം വന്നു, മറ്റേത് വന്നു. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രോഗികളും അല്ലെങ്കിൽ ഡയബറ്റീസ് തുടങ്ങിയ രോഗികളും തമ്മിൽ സാർ എന്ത് ഡിഫറൻസ് ആണ് ഈ 2 ടൈപ്പ് ഓഫ് രോഗികൾ തമ്മിൽ സാർ ഉണ്ടാക്കുക? ഓക്കെ, ഡയബറ്റീസ് തുടക്കത്തിൽ തന്നെ വളരെ വളരെ എളുപ്പത്തിൽ നിയന്ത്രിക്കാവുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ 15-20 വർഷത്തിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ വന്നതിന് ശേഷം പിന്നെ നമ്മൾ നിയന്ത്രിച്ച് അത് റിവേഴ്സ് ചെയ്യാൻ ശ്രമിക്കുന്ന വെറും വ്യർത്ഥമാണ്. കാരണം ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഹൈപ്പോഗ്ലൈസീമിയ റിസ്ക്, പിന്നെ കാർഡിയോവാസ്കുലർ ഇൻവോൾവ്മെൻറ്റ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടെയാണ് ക്രോണോളജിക്കൽ ഏജും ഡയബറ്റിക് ഏജും എന്നുള്ള 2 വ്യത്യാസങ്ങൾ നമ്മൾ അറിയേണ്ടത്. ഒരാളെ ഈ നിമിഷം ഡയബറ്റിക് ആയിട്ട് നമ്മൾ തീരുമാനിച്ചു അല്ലെങ്കിൽ ഒരു നിർണയിച്ചു എന്ന് കരുതുക, ആ വ്യക്തിക്ക് ഒരു +10 അദ്ദേഹത്തിൻ്റെ ക്രോണോളജിക്കൽ ഏജ്, അതായത് യഥാർത്ഥ പ്രായത്തിനേക്കാളും 10 വയസ്സ് കൂടുതൽ പ്രായമായി കഴിഞ്ഞു, മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു. അപ്പോൾ 40ാമത്തെ വയസ്സിലാണ് പ്രമേഹം നിർണ്ണയിക്കപ്പെടുന്നതെങ്കിൽ ആ വ്യക്തിയുടെ ശാരീരിക പ്രായം 50 ആണ്. അതായത് ഡയബറ്റീസ് പ്രായം പെട്ടെന്ന് കൂട്ടും. എക്സാക്ട്ലി. എന്ന് വെച്ചാൽ ആയുസ് കുറയ്ക്കും. അതിപ്പോൾ താങ്കൾ പറഞ്ഞതിൽ തന്നെ വ്യക്തമാണ് അല്ലേ? കണ്ണുകളിലും ശരീരത്തിൻ്റെ പല അവയവങ്ങളിലും ആ മാറ്റങ്ങൾ അത് വരുത്തി കാണും. അപ്പോൾ നിർണ്ണയിക്കുന്നതിന് വളരെ വൈകിയാണ് നമ്മുടെ. പക്ഷേ എന്നാലും ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ, അതായത് ഒരു 15 വർഷത്തെ ഡയബറ്റീസ് ആയി, അവർക്ക് കണ്ണിൽ മാത്രമല്ല പ്രോബ്ലി കാലിന് ഒരു ഇൻഫെക്ഷൻ വന്നു, അല്ലെങ്കിൽ കിഡ്നിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അവർക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ളൊരു രോഗിക്ക് നമ്മൾ ഷുഗർ ശരിയാണ് നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റില്ലെങ്കിലും അവർക്കും ക്രമാതീതമായിട്ട് ഹിമോഗ്ലോബിൻ A1c 12 ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് പ്രോഗ്രസ് ഉണ്ടാവും. വെറുതെ ഈ പറഞ്ഞ പോലെ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ, പടക്കത്തിന് തീ പിടിച്ച പോലെ എല്ലാം വരും. അതിൻ്റെ സാധ്യത കുറയ്ക്കാനും പറ്റും. ക്വാളിറ്റി ഓഫ് ലൈഫ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അത് ചെയ്യാൻ പറ്റും. അപ്പോൾ 15 വർഷം കഴിഞ്ഞു, ഇനിയിപ്പോൾ കട്ടപ്പുകയാണെന്നുള്ള വിചാരം പാടില്ല. തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുത്താൻ പറ്റും. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ വിഷൻ ഇമ്പ്രൂവ്മെൻറ്റ് എന്നുള്ളത് ഞാൻ അറിയുന്ന പുതിയതായിട്ട്, ഇപ്പോൾ എനിക്കിതൊരു പുതിയ അറിവാണ് കേട്ടോ. ബിക്കോസ് ആ സ്റ്റേജിലേക്ക്, പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി സ്റ്റേജിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ
പിന്നെ അത് ഇറിവേഴ്സിബിൾ ആണെന്നാണ് പൊതുവെ ഡോക്ടേഴ്സ് പോലും കരുതുന്നത്. അല്ല, ഈ പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ബ്ലീഡിങ്ങിൻ്റെ സാധ്യതയുള്ളൊരു സ്റ്റേജാണ്. ആ സമയത്ത് നമുക്ക് കൺട്രോൾ ചെയ്ത് പിടിച്ച്, ഇതൊന്നും ക്യൂറബിൾ അല്ല, ഇത് കൺട്രോളബിൾ ആണ്. അപ്പോൾ ആ ക്യൂറും കൺട്രോളും തമ്മിൽ ടൈഫോയിഡ് വന്നു, നമുക്ക് ടൈഫോയിഡ് മാറ്റാം, ക്യൂർ ചെയ്യാം. ഇത് നമുക്ക് കൺട്രോൾ ചെയ്ത് പിടിച്ചു നിർത്താൻ പറ്റും. ഇപ്പോൾ BP പിടിച്ച് നിർത്തുന്ന പോലെ അല്ലെങ്കിൽ ഷുഗർ പിടിച്ചു നിർത്തുന്ന പോലെ ഇതും കാഴ്ച പോവാതെ നമുക്ക് പിടിച്ചു നിർത്താം. ആൻഡ് കുറയുന്ന ആളുകൾക്ക് ചിലർക്കെങ്കിലും ഓപ്പറേഷൻ ചെയ്ത് ഒരു 60% to 80% കാഴ്ച തിരിച്ചു കൊണ്ടുവരാം. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഷുഗർ വന്നു കണ്ണിലേക്ക് ബാധിക്കുന്ന ആ ഒരു സ്റ്റേജിൽ, അതായത് ഡയബറ്റീസ് ഒന്നൊരു 10-15 വർഷമായി, ഇൻസുലിൻ നമ്മൾ തുടങ്ങുന്നതും തുടങ്ങാത്തതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. എല്ലാവർക്കും ഇൻസുലിൻ നല്ലതാണെന്നോ അല്ലെങ്കിൽ ഇൻസുലിൻ കേടാണെന്നോ എന്ന് പറയുന്നത് തെറ്റാണ്. എല്ലാവർക്കും ഇൻസുലിൻ നല്ലതായിക്കൊള്ളണമെന്നില്ല. അതുപോലെ എല്ലാവർക്കും ഇൻസുലിൻ പ്രശ്നകാരണമാവണം എന്നും നിർബന്ധമില്ല. ഇറ്റ് ഓൾ ഡിപ്പെൻസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഇപ്പോൾ ചില വ്യക്തികളിൽ നമ്മൾ പെട്ടെന്ന് ഇൻസുലിൻ തുടങ്ങിയിട്ട് ഈ HbA1c 12 HbA1c 8 ഇറക്കി കഴിയുമ്പോൾ അത് കണ്ണിൽ ബ്ലീഡിങ് ഉണ്ടാവാൻ തന്നെ സാധ്യത കൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നയിക്കാറുണ്ട്. അങ്ങനെയല്ല, അങ്ങനെ പെട്ടെന്ന് ഷുഗർ കുറയുകയാണെങ്കിൽ ഒരു ഗ്രേഡ് റെറ്റിനോപ്പതി ചിലപ്പോൾ കൂടാം. താൽക്കാലികമാണ്, അത് താൽക്കാലികമാണ്. അത് കഴിഞ്ഞ് പിന്നെ അത് സ്റ്റെബിലൈസ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് അങ്ങോട്ടൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഇൻസുലിനെ കുറിച്ചാണല്ലോ. ഇൻസുലിനെ പോലെ ഇഞ്ചെക്റ്റബിൾ ആയിട്ട് ഒരുപാട് മരുന്നുകൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ GLP-1 അനലോഗ്സ് എന്ന് പറയും. അതിൽ ഈ കണ്ണുകളെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ച് പഠനങ്ങൾ, അതെ, ചില പുതിയ പഠനങ്ങളിൽ GLP ഇൻഹിബിറ്റേഴ്സിൽ ചില കണ്ണിൽ പെട്ടെന്ന് കാഴ്ച കുറയുന്ന അത് പക്ഷെ വളരെ റെയറാണ്. പക്ഷെ ജനറലി നമ്മൾ അങ്ങനെയുള്ള ഇഞ്ചെക്റ്റബിൾസിലേക്ക് പോവാറില്ല. അങ്ങനെ ഈ പറഞ്ഞ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ഇൻസുലിനിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇൻസുലിൻ ഡെഫിനറ്റ്ലി ഏത് കാറ്റഗറി, ഏത് വിഭാഗത്തിൽപ്പെട്ട പ്രമേഹ രോഗികൾക്ക് നമുക്ക് കൊടുക്കാവുന്ന, കൊച്ചുകുട്ടികൾ, ഗർഭിണികൾ, പ്രായം ചെന്നവർ, ഏത് പ്രായത്തിലും ഏത് അവസ്ഥയിലും, ഇപ്പോൾ ആശുപത്രിയിൽ ICUയിൽ അഡ്മിറ്റ് ചെയ്ത പേഷ്യൻ്റ് ഇൻസുലിൻ കൊടുക്കാം. അല്ലെങ്കിൽ OPയിലേക്ക് നമ്മളെ കാണാൻ വന്നു അവർക്ക് ഇൻസുലിൻ കൊടുക്കാം. ആകെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്ലൈസിമിക് വേരിയബിലിറ്റി എന്ന് വെച്ചാൽ ബ്ലഡ് ഷുഗറിൽ ഒരുപാട് വ്യതിയാനങ്ങൾ ഇൻസുലിൻ കാരണം വരാം. അത് ഇൻസുലിന് മാത്രമുള്ളത് ഒരു പ്രശ്നമല്ല അത് കേട്ടോ. ഒരുപാട് മരുന്നുകൾക്കുണ്ട്. ഇപ്പോൾ സൾഫോണിൽ യൂറിയാസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഗ്ലിമെപ്പറൈഡ്, പണ്ട് ഡയോണിലൊക്കെ ഉണ്ടായിരുന്നില്ലേ, ആ ഗണത്തിൽപ്പെട്ട മരുന്നുകൾക്കെല്ലാം ഈ ഹൈപ്പോഗ്ലൈസീമിയ റിസ്ക് ആണ്. അപ്പോൾ ഇൻസുലിന് മാത്രം അതിൽ കുറ്റം പറയേണ്ട ആവശ്യമില്ല. എന്നാലും പൊതുവെ ഇൻസുലിൻ എടുക്കുന്നവർക്ക് പിന്നെ നീഡിൽ ഫോബിയ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇൻസുലിൻ ഈസ് എ ഫാൻറ്റാസ്റ്റിക് ഓപ്ഷൻ ഹിയർ. ഏർലി ഇൻസുലിനൈസേഷൻ, അതായത് ആരംഭഘട്ടത്തിൽ തന്നെ ഇൻസുലിൻ തുടങ്ങുന്നത് പലപ്പോഴും പിന്നീടുള്ള കോംപ്ലിക്കേഷൻസ് തടയുന്നതായിട്ട് പക്ഷെ ആരംഭഘട്ടങ്ങളിൽ ഇൻസുലിൻ തുടങ്ങാൻ വളരെ ബുദ്ധിമുട്ടല്ലേ. ഇപ്പോൾ ഈ സ്മെല്ല് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഇൻസുലിൻ ഇപ്പോൾ ആദ്യം 2014 ഇറങ്ങിയതായിരുന്നു. അത് അത്രയും ഇത് പ്രചാരം നേടിയില്ല. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് 2025 അത് വീണ്ടും ഇറക്കിയിട്ടുണ്ട്. പ്രചാരത്തിൽ വരും എന്ന് വിശ്വസിക്കാം, അറിയില്ല. പക്ഷേ ആസ് വി സ്പീക്ക് ഇഞ്ചെക്റ്റബിൾ ഇൻസുലിൻസ് ആണ് ലോകത്തുള്ളത്. അതെ. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മൾ പലരും നമ്മളുടെ ഇവിടെ ഒരു ചെറിയൊരു സെൻസർ ഘടിപ്പിക്കുന്ന ഒരു ഇതുണ്ട്. അതായത് നമ്മളുടെ ഷുഗർ കൺട്രോൾ വളരെ നന്നാവാനായിട്ട്. അത് ഈ എൻഡ് ഓർഗൻ ഡാമേജ് വരിക, അല്ലെങ്കിൽ ഷുഗർ നല്ല മോശമായവർക്കാണോ, അതോ റീസണബിൾ കൺട്രോൾഡ് ആയവർക്കാണോ, അതോ ഇൻസുലിൻ എപ്പോൾ വേണമെന്ന് ഡിസൈഡ് ചെയ്യാൻ എന്തിനാണ് അത് ചെയ്യുന്നത്? ഇതിന് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സിസ്റ്റം എന്നാണ് പറയുന്നത്, അതായത് CGMS. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ അതിൻ്റെ സ്വഭാവം, അതിൻ്റെ എന്താണ് അത് ചെയ്യുന്നത് എന്നുള്ളതും വ്യക്തമാണ്. ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും ഓരോ ദിവസവും നമുക്ക് അതിൻ്റെ ഗ്ലൂക്കോസിൻ്റെ വ്യതിയാനങ്ങൾ അറിയാൻ പറ്റും. ആകെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് ഗ്ലൂക്കോസ് അല്ല അത് കാണിക്കുന്നത്, ഇൻറ്റർസ്റ്റേഷ്യൽ സ്പേസിലുള്ള ഗ്ലൂക്കോസാണ്. എന്ന് വെച്ചാൽ ബ്ലഡിൽ കാണുന്നതിൻ്റെ ഏതാണ്ട് 10 അല്ലെങ്കിൽ 15 മിനിറ്റിന് ശേഷം മാത്രമേ ഇതിൽ അത് സൂചന ഉണ്ടാവുള്ളൂ. അതൊരു പ്രശ്നമാക്കേണ്ട. എന്നാലും 24 മണിക്കൂറിനുള്ളിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ വളരെ വേരിയേഷനുള്ള വ്യക്തികളിൽ, പെട്ടെന്ന് ഹൈപ്പോസ് വരാൻ സാധ്യതയുള്ള വ്യക്തികളിൽ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡോസസ് ഓഫ് ഇൻസുലിൻ ദിവസേന 3ഉം 4ഉം 5ഉം ഒക്കെ ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് പിന്നെ ഏതെങ്കിലും കോംപ്ലിക്കേഷൻസ്, അത് നേത്രരോഗമാവാം, കാർഡിയോവാസ്കുലർ, കിഡ്നി ഡിസീസ്, അത് ഏത് രോഗങ്ങളുള്ളവർ, അത്തരത്തിലുള്ള വ്യക്തികളിലാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമേ അല്ല. കുത്തറലും കീറലൊന്നും ഇല്ല അതിൽ. അത് ശരിക്കൊരു പ്ലാസ്റ്റർ പോലെ ഈ കൈയുടെ പുറകിൽ അല്ലെങ്കിൽ വയറ്റത്ത് ഒട്ടിച്ച് വയ്ക്കാവുന്നൊരു സാധനം. ആ സെൻസർ ഇതൊക്കെ മെഷർ ചെയ്തെടുക്കും. പിന്നെ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുത്ത് കൃത്യമായ
24/7 റീഡിങ്സ് നമുക്ക് അതിൽ കിട്ടും. അപ്പം സാറ് ഒരു കണ്ണിൻ്റെ രോഗവുമായിട്ട് വന്നിട്ടുള്ള ഒരാൾക്ക് ഷുഗറിനെ പറ്റി എന്ത് ഉപദേശമാണ് കൊടുക്കാൻ പറ്റുക? അതായത് പലപ്പോഴും പറയുന്ന നിശബ്ദ കൊലയാളി എന്നൊക്കെ വിളിക്കുന്നെങ്കിലും നിശബ്ദനൊന്നുമല്ല അവൻ. ഹി സ്പീക്സ് ഓർ ഹി ഷൗട്ട്സ്, ഓൺലി തിങ് ഇസ് വി ഡോണ്ട് ഹിയർ ഇറ്റ് ഓർ വി ഡിസൈഡ്, വി പ്രിറ്റൻഡ് നോട്ട് ടു ഹിയർ ഇറ്റ്, അല്ലേ? നമ്മളത് കേട്ടില്ല എന്ന് നടിക്കുന്നു. ഇനി ആ നടനം പാടില്ല, ആ അഭിനയം പാടില്ല. അവിടെ പ്രശ്നമുണ്ട്. വി ഹാവ് ടു ഫേസ് ദ എലിഫൻറ്റ് ഇൻ ദ റൂം. ഷുഗർ കൺട്രോൾ ചെയ്യുക, ഒരു സംശയമില്ല. എന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഷുഗർ എന്നുള്ള ഒരു സംഭവം ഭൂമിയിലില്ല. എവറി ഡയബറ്റീസ് ഈസ് കൺട്രോളബിൾ. ഓൺലി തിങ് ഈസ് വി ഷുഡ് ഫിഗർ ഇറ്റ് ഔട്ട്. Okay. Anyway, it was a great pleasure and privilege talking to you, Gopal. Thank you very much. Thank you so much. Thank you very much. Bye-bye. Yeah. Hope that this podcast actually benefits our patients. Yes, that's right. Bye-bye.